ഒറ്റ ദിനം കൊണ്ട് പാർട്ടിയിൽ എതിരാളികളെ വെട്ടി ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും സ്വാധീനമുള്ള നേതാവ് താനാണെന്ന് തെളിയിച്ച ശോഭാ സുരേന്ദ്രന്റെ കുതിപ്പ് എങ്ങോട്ട്? കേന്ദ്ര നേതാക്കളുമായുള്ള തന്റെ അടുപ്പം ലോകത്തിനു മുന്നിൽ കാട്ടുകയും CPM-ന്റെ അണപ്പല്ലൂരുകയും ചെയ്ത ഈ സ്ത്രീയുടെ കൈവശം ഇനിയും ബോംബുകൾ ഉണ്ടെന്നാണ് അറിവ്. CPM-ന്റെ മടയിൽ കയറി മുഴുമുഴുത്തൊരു വ്യാഘ്രത്തെ മെരുക്കാൻ കഴിഞ്ഞ ശോഭാ സുരേന്ദ്രൻ ഇരുതലയുള്ള വാളാണ് തിരഞ്ഞെടുപ്പ് ദിനം ഉറയിൽ നിന്ന് ഊരിയെടുത്തത്. EP ജയരാജനെ ബി.ജെ.പിയിൽ എത്തിക്കാനുള്ള ശ്രമം 90% വിജയിപ്പിച്ചതിലൂടെ ശോഭ തന്റെ മിടുക്ക് കേന്ദ്ര നേതാക്കൾക്ക് മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞു. ശോഭയ്ക്കെതിരെ ആരെങ്കിലും ദല്ലാൽ നന്ദകുമാറിനെ ഇറക്കിയതാണോ എന്ന് നിശ്ചയമില്ല. എന്നാൽ ചക്കിനി വെച്ചത് കൊക്കിന് തന്നെ കൊണ്ടു. ശോഭാ സുരേന്ദ്രനെ വെട്ടാൻ ദല്ലാൽ നന്ദകുമാറിനെ ആരിറക്കിയതായാലും അവർക്ക് പള്ളക്കിട്ട് ശരിക്കുള്ള കുത്താണ് അവർ നൽകിയത്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ ബി.ജെ.പി എന്ന് പ്രസംഗിച്ചു നടന്ന CPM നേതാക്കളുടെ വായ്ക്കുള്ളിൽ ശോഭ തള്ളിയ ഉതളങ്ങ അത്ര വേഗം പുറത്തെടുക്കാനാവില്ല. ചെറിയ മീനായിരുന്നില്ല ശോഭയുടെ വലയിൽ വീണത്. CPM എന്ന കെട്ടുറപ്പുള്ള കപ്പലിലാണ് ടോർപിഡോ വെച്ചത്. EP-യും ഭാര്യയും ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാലാണ് 10% വിജയം ഉപേക്ഷിച്ചതെന്ന വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ വമ്പൻ സ്രാവുകൾ ഇനിയും ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് ഉറപ്പ്. കേഡർ പാർട്ടിയായ CPM-ൽ നിന്ന് പോലും നേതാക്കളെ ബി.ജെ.പി റാഞ്ചും എന്നതിന് വ്യക്തമായ സൂചനയാണ് EP ജയരാജന്റെ വെളിപ്പെടുത്തൽ. ഇനി അറിയേണ്ടത് ജയരാജന്റെ ഭാവിയാണ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമാണ് ജയരാജൻ. EP-യെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ നടപടികൾ തുടങ്ങുമോ? MV ഗോവിന്ദനും പിണറായി വിജയനും അതിന് പച്ചക്കൊടി കാണിക്കുമോ? ബി.ജെ.പിയിൽ തന്റെ കരുത്തു തെളിയിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നതാണ് അവർക്ക് വ്യക്തിപരമായി കിട്ടിയ നേട്ടം. അതിനാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് K സുരേന്ദ്രൻ ഉണ്ടാകുമോ എന്നതും സംശയമാണ്. കേരളത്തിൽ ഒരു സീറ്റിലെങ്കിലും ബി.ജെ.പിക്ക് വിജയിക്കാനായാൽ അതിന്റെ ക്രെഡിറ്റ് പാർട്ടി ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ കൊണ്ടുപോവുകയും ചെയ്യും. കളി കാണാൻ കിടക്കുന്നതേയുള്ളൂ. ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് വ്യക്തം. വരും ദിവസങ്ങളിൽ ഇത് കാത്തിരുന്നു കാണുക തന്നെ.